അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സർവലോക നിയന്താവായ സൃഷ്ടാവും സംരക്ഷകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിൽ ജീവിച്ച് മുന്നേറണേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും ആമുഖമെന്നോണം വളരെ ഗൗരവത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ദീനുൽ ഇസ്ലാമിനു വേണ്ടി വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ജീവിതം ശ്വാസം അവസാനിക്കുന്ന കാലമത്രയും കാഴ്ചവെക്കുവാനും അവിചാരിതമായി ഈ ലോകത്തോട് വിട ചോദിക്കുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന മഹത്തായ കലിമത്തുച്ചരിച്ച് മരിക്കുവാനും നമ്മളേറെ ഇഷ്ടപ്പെടുന്ന പ്രവാചകൻ്റെയും സ്വഹാബത്തിൻ്റെയും കൂടെ സ്വർഗത്തിൻ്റെ ഉയർന്ന പദവിയിൽ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മുടെ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് പ്രവേശിക്കുവാനുള്ള അതിമഹത്തായ സൗഭാഗ്യം നാം ഓരോരുത്തർക്കും റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നാം നമ്മെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നാം ആരായിരുന്നു, നാം എവിടെയായിരുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജീവിതം മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. വർഷങ്ങൾ വളരെ വേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ദിവസങ്ങളും മാസങ്ങളും മണിക്കൂറുകളും ആഴ്ചകളുമൊക്കെ നമ്മളിൽ നിന്ന് ദ്രുതഗതിയിൽ മുന്നോട്ട് പിന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഓരോരുത്തരും നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. പലതിനെക്കുറിച്ചും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകും. സൂര്യനെയും ചന്ദ്രനെയും രാവും പകലും മാറി വരുന്ന പ്രതിഭാസത്തെയും തുടർന്ന് ഈ ലോകത്ത് കണ്ടുവരുന്ന അത്ഭുതങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകും. പക്ഷേ സ്വയം ഒഴിഞ്ഞിരുന്ന് നമ്മളെക്കുറിച്ച്, നമ്മൾ ആരായിരുന്നു, നമ്മൾ എവിടെയായിരുന്നു, നമ്മൾ എന്തായിരുന്നു എന്നൊക്കെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും എത്ര ആലോചിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മനുഷ്യ നീ നിന്നെക്കുറിച്ചൊന്ന് ചിന്തിക്കുക എന്നാണ്. ഫൽയൻളുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ. മനുഷ്യൻ നോക്കട്ടെ, എന്ത് പരിശോധിക്കട്ടെ, അവൻ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്, എവിടെ നിന്നാണ് അവൻ്റെ ജന്മം, എവിടെ നിന്നാണ് അവൻ്റെ ഉത്ഭവം എന്നതിനെക്കുറിച്ച് അവൻ ചിന്തിച്ചു നോക്ക്. ഖുലിഖ മിമ്മാഇൻ ദാഫിഖ്. ത്രസിച്ചു പോകുന്ന ഇന്ദ്രിയ തുള്ളിയിൽ നിന്നാണ് മനുഷ്യനെ അല്ലാഹു നിർമ്മിച്ചത്. യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്. അല്ലാഹു പറയുകയാണ്, മുതുകല്ലിൽ നിന്നും സ്ത്രീയുടെ നെഞ്ചല്ലിൽ നിന്നും തുടങ്ങി 2 ഇണവർഗത്തിൽ നിന്നാണ് മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, നമ്മളൊക്കെ ഒരു യാത്രയിലാണ്. ഒരു ഉപ്പയുടെ മുതുകല്ലിൽ പിറന്നു വീണത് മുതൽ ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് നാം യാത്ര ചെയ്യുകയായിരുന്നു. നമ്മുടെ ഉപ്പയുടെ മുതുകല്ലിൽ നമ്മൾ ഒന്നുമറിയാത്തൊരു കാലത്ത് കടക്കുന്നുണ്ട്. 30 വയസ്സുള്ളവർ ചിന്തിക്കുക, 32 വർഷം മുമ്പ് നമ്മൾ എവിടെയായിരുന്നു? 60 വയസ്സുള്ളവർ ചിന്തിക്കുക, 62 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ എവിടെയായിരുന്നു? അല്ലാഹു പറയുന്നുണ്ട്, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ ലം യകൂൻ ശൈഅൻ മദ്കൂറാ. മനുഷ്യ, നിനക്കൊരു കാലഘട്ടം കടന്നുപോയിട്ടുണ്ട്. നീ ആരാണ്, നീ എന്താണ്, നിന്നെക്കുറിച്ച് പ്രസ്താവിക്കപ്പെടാൻ പറ്റാത്ത ഒരു കാലം നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ലേ? അള്ളാൻ്റെ ഒരു ചോദ്യം നോക്കൂ നിങ്ങൾ, വല്ലാത്തൊരു ചോദ്യമാണ്. ആരാണ്, എന്താണ്, എവിടെയാണ്, എന്താ നിന്റെ പേര്, ഏതാ നിന്റെ വർഗം, ഏതാണ് നിന്റെ തറവാട്, ആരാ നിന്റെ ഉപ്പ, എവിടെയാണ് നീ ജനിച്ചത്, ഏതാ നിന്റെ മതം? സഹോദരങ്ങളെ, ഇതൊന്നും അറിയാത്ത ഒരു കാലം കഴിഞ്ഞു പോയിട്ടില്ലേ എന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുവാനാണ് അല്ലാഹു പറയുന്നത്. നമ്മൾ എത്ര ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ എത്ര ആലോചിച്ചിട്ടുണ്ട്?
പ്രിയപ്പെട്ടവരെ, മാതാവിൻ്റെ ഗർഭപാത്രത്തിലേക്ക് ഒരു സ്ഖലനത്തിൽ, പുരുഷൻ്റെ ഒരു സ്ഖലനത്തിൽ ദശലക്ഷം ബീജങ്ങൾ ഗർഭപാത്രത്തിലേക്ക് സഞ്ചരിക്കുന്നു എന്നാണ്. എങ്ങനെ? ലക്ഷക്കണക്കിന് ബീജങ്ങളിൽ നിന്ന് അള്ളാഹു തിരഞ്ഞെടുത്തൊരു ബീജമാണ് നമ്മൾ ഓരോരുത്തരും. ഉപ്പയുടെ സ്ഖലനത്തിലൂടെ ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് സഞ്ചരിച്ച ലക്ഷക്കണക്കിന് മനുഷ്യ കുഞ്ഞുങ്ങളിൽ നിന്ന് റഹ്മാനായ റബ്ബ് തിരഞ്ഞെടുത്തവരാണ് നമ്മൾ. ഈ ഭൂമി ലോകത്തേക്ക് ജനിക്കാൻ അവസരം ലഭിച്ചവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ സൂറത്ത് മുൽക്കിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, ഹുവല്ലദീ അൻശഅകും, അവനാ നിങ്ങളെ ഉണ്ടാക്കിയത്, അവനാണ് നിങ്ങളെ നിർമ്മിച്ചുണ്ടാക്കിയത്, അവനാണ് നിങ്ങളുടെ സൃഷ്ടാവ്. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, മനുഷ്യ നിനക്ക് കാഴ്ച തന്നത്, നിനക്ക് കേൾവി തന്നത്, നിനക്ക് ചിന്തിക്കാനുള്ള ഹൃദയവും തലച്ചോറുമെല്ലാം നിന്റെ ശരീരത്തിൽ നിർമ്മിച്ചു വെച്ചിട്ടുള്ളത് അത് ഹുവ, ലോകത്തിൻ്റെ റബ്ബാണ്, മറ്റാരുമല്ലടോ. അതിനെക്കുറിച്ച് ചിന്തിക്കാനല്ല പറയുന്നത്. നമ്മൾ എത്ര ചിന്തിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ? നമുക്ക് അങ്ങനെ ഒരു സമയം വേണം. നമ്മൾ ബിസിയാണ്, നമ്മൾ തിരക്കിലാണ്, നമ്മൾ ഓടുകയാണ്. കുടുംബത്തിന്, ഭാര്യയ്ക്ക്, ഭർത്താവിന്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ഉമ്മക്കുപ്പക്ക് കുടുംബത്തിൻ്റെ പ്രാരാബ്ധങ്ങളുടെ ചലനങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ നാം എന്ന മനുഷ്യ സൃഷ്ടിയെ നമ്മൾ മറന്നു പോകരുത്. ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്തണം, നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ പരിശോധിക്കണം. അല്ലാഹ് അതാ പറയുന്നത്, അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഅഫിൻ ثم جعل من بعد ضعف قوة ثم جعل من بعد ضعف قوة ضعفا. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ വിശുദ്ധ ഖുർആനിലെ സൂറത്തു റൂമിലെ 54-ാമത്തെ ആയത്താണ്. അല്ലാഹ് പറയാം, അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഅഫിൻ, മനുഷ്യരെ നിങ്ങളെ സൃഷ്ടിച്ചത് ദൗർബല്യത്തിൽ നിന്നാണ്. ബാല്യം ഒരു ദൗർബല്യമായിരുന്നു. സ്വന്തം മലമൂത്ര വിസർജനത്തെ പോലും പിടിച്ചു വെക്കാൻ കഴിയാതെ, ഒന്ന് കഴുകാൻ കഴിയാതെ, മൂത്രമൊഴിച്ചാൽ അതല്ലെങ്കിൽ മലവിസർജനം നടത്തിയാൽ ആ മലവുമായി നമ്മൾ നടന്നിരുന്ന ഒരു കാലമുണ്ട് പ്രിയപ്പെട്ടവരെ, ബാല്യമെന്ന ദൗർബല്യത്തിൻ്റെ കാലം. അല്ലാഹ് പറയാൻ, പിന്നെ അവിടെ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചു വലുതാക്കി. സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ, പിന്നീട് നിങ്ങൾക്ക് യൗവനമെന്ന ശക്തിയുടെ കാലം തന്നു. ഇപ്പോൾ ഓടാനും ചലിക്കാനും പിടിക്കാനും നിയന്ത്രിക്കാനും എല്ലാം കഴിയുന്ന ഒരു ശരീര കായബലം നമ്മുടെ ശരീരത്തിനുണ്ട്. എന്നാൽ അല്ലാഹു വീണ്ടും പറയാം, സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വതിൻ ളഅഫൻ വശൈബാ, എന്നാൽ നിങ്ങളെയുണ്ടല്ലോ ഈ യൗവനത്തിൻ്റെ ചുറുചുറുക്കുള്ള പ്രായത്തിൽ നിന്ന് വീണ്ടും ദൗർബല്യത്തിൻ്റെ പ്രായത്തിലേക്ക്, നരയുടെ പ്രായത്തിലേക്ക്, വാർദ്ധക്യത്തിൻ്റെ പ്രായത്തിലേക്ക് മനുഷ്യ നിന്നെ തള്ളിക്കൊണ്ടുപോവുക തന്നെ ചെയ്യും. നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഈ പ്രതിഭാസത്തെ, ആയുസ് എന്ന പ്രതിഭാസത്തെ, മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ആയുസ്സിനെ? സഹോദരങ്ങളെ, കളിപ്പാട്ടവുമായി കളിച്ചിരുന്ന പ്രായത്തിൽ നിന്ന് സ്റ്റിയറിംഗ് പിടിക്കുന്ന കൈകളിലേക്ക് നമ്മുടെ കൈയിന് കായ്ബലം നൽകിയതാരാണ്? ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ യാത്ര തിരിക്കുകയാണ്. ഇനി അങ്ങോട്ടൊരു പക്ഷേ ഒരു കണ്ണട എടുക്കാൻ പോലും കൈ വിറച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർദ്ധക്യത്തിൻ്റെ ദൗർബല്യത്തിൻ്റെ പ്രായത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കും. പിന്നെയോ, പിന്നെ മരണമാണ്. ആ മരണത്തിലേക്കാണ് ഞാനും നിങ്ങളും യാത്ര പോയിക്കൊണ്ടേയിരിക്കുന്നത്. സഹോദരങ്ങളെ, നാം ചിന്തിക്കുക, കോടിക്കണക്കിന് മനുഷ്യ കുഞ്ഞുങ്ങളിൽ നിന്ന് അതിനെയെല്ലാം പിറകോട്ട് തള്ളിവെച്ച് ലോകത്തിൻ്റെ റബ്ബ് നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഒരു കുട്ടിയായി നിർമ്മിച്ചെടുത്തതിൻ്റെ പിറകിൽ അല്ലാഹ്ക്കൊരു ലക്ഷ്യമില്ലേ? വെറുതെയാണോ? നമുക്ക് ഈ ജന്മം നൽകിയത് അല്ലാഹു തന്ന വലിയ നിഅമത്തല്ലേ? ഖലീലം മാ തഷ്കുറൂൻ. അല്ലാഹ് പറയാ, നിങ്ങൾ നന്ദി വളരെ കുറച്ചേ ചെയ്യുന്നുള്ളൂ. സഹോദര, പ്രിയപ്പെട്ട മുസ്ലിമേ, നമുക്ക് തന്ന എല്ലാ നിഅമത്തിനെ കുറിച്ചും അല്ലാഹു ചോദ്യം ചെയ്യും. ഏത് നിഅമത്തും അല്ലാഹ് ചോദ്യം ചെയ്യും. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മൂന്നുപേരും വിശന്ന് പൊരിഞ്ഞ് മണലാരണ്യത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് കിട്ടിയ ഒരു കാരക്ക കഴിച്ച് വിശപ്പടക്കിയപ്പോൾ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഉമറേ, ഇതിനെക്കുറിച്ച് പരലോകത്ത് ചോദ്യമുണ്ട്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, ഈ ചെറിയ ഒരു കാരക്കയെക്കുറിച്ച് പോലും അള്ളാഹു ചോദ്യം ചെയ്യുമെന്നാണോ? ഉമറേ, വമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്,
ഏത് നിഅമത്ത് നമ്മൾ അനുഭവിക്കുന്നുണ്ടോ അതെല്ലാം ലോകത്തിൻ്റെ റബ്ബ് നമുക്ക് തന്നതാണ്. പ്രിയപ്പെട്ടവരെ, അതിനെയൊക്കെ ചോദ്യമുണ്ട്. നമുക്ക് ആരോഗ്യം തന്നത്, നമുക്ക് ആയുസ് തന്നത്, ഒരു ദിവസം, ഒരു മണിക്കൂർ, ഒരു സെക്കൻഡ്, ഒരു നിമിഷം, ഒരു മാസം, ഒരാഴ്ച നമുക്കധികം ജീവിതത്തിൽ കിട്ടുന്നുണ്ടോ? നമ്മളോട് ചോദ്യമുണ്ട്. അതിനെക്കുറിച്ച് ചോദ്യമുണ്ട്. നമുക്കെന്തു മറുപടിയാണ് ഉള്ളത്? അല്ലാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, ലാ തസൂലു ഖദമ അബ്ദിൻ, ഒരടിമയുടെ കാൽപാദം അല്ലാഹുവിൻ്റെ സന്നിധിയിൽ നിന്ന് മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല. ഹത്താ യുസ്അല അൻ അർബഅ, 4 കാര്യത്തെക്കുറിച്ച് ചോദിച്ചുകൊണ്ടല്ലാതെ. 4 കാര്യത്തെക്കുറിച്ച് റഹ്മാനായ റബ്ബിൻ്റെ മുമ്പിൽ മറുപടി പറയാതെ പ്രിയപ്പെട്ടവരെ നമുക്കൊരു കാലടി അള്ളാഹുവിൻ്റെ കോടതിയിൽ അള്ളാഹിൻ്റെ മുമ്പിൽ നിന്ന് മുന്നോട്ട് വെക്കാൻ പറ്റില്ല. ഏതാ ഒരു ചോദ്യം? അൻ ഉംരിഹി, അവൻ്റെ ആയുസ്സിനെ സംബന്ധിച്ച. ഫീമ അഫ്നാ, എവിടെയാടോ നിന്റെ ആയുസ്സിനെ നീ ചെലവഴിച്ചത്? അള്ള ചോദിക്കും. ഇതൊന്നും വെറുതെ തന്നതല്ല പ്രിയപ്പെട്ട. ഒരു സെക്കൻഡ് നേരത്തേക്ക് നമ്മുടെ ഈ ഓക്സിജൻ ഒന്ന് നിലച്ചു പോയാൽ വെന്റിലേറ്ററിൽ കിട്ടുന്ന പൈസയുടെ കണക്കെത്രയാണ്? നമ്മുടെ ഉമ്മയുടെ ഓക്സിജൻ പ്രശ്നമായപ്പോൾ, ശ്വസന പ്രശ്നത്തിൻ്റെ കാരണത്താൽ വെന്റിലേറ്ററിൽ കൊണ്ടുപോയി കിടത്തിയപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഹോസ്പിറ്റലിൽ അടച്ച ബില്ലിൻ്റെ ആ സാമ്പത്തിക ബാധ്യത എത്രയാണ്? എന്നാൽ 30, 40, 20, 28, 50, 60, 70 വർഷങ്ങളായി നാം ആസ്വദിക്കുന്ന ഈ വായുവിനെ അല്ല ചോദ്യം ചെയ്യാതിരിക്കോ? വെറുതെ തന്നതല്ല. അഫഹസിബ്തും, മനുഷ്യ നീ വിചാരിച്ചിരിക്കുകയാണോ അന്നമാ ഖലഖനാകും അബസ, വെറുതെ സൃഷ്ടിച്ചതാണ് നിന്നെ? ഒരു കളിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വെറുതെ ഒരു കളിപ്പാട്ടം എന്ന രീതിയിൽ അല്ല സൃഷ്ടിച്ചതാണോ നിങ്ങളെ? അല്ല. വ അന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരും. അല്ല പറയാം, എൻ്റെ അടുത്തേക്ക് വരും. ഭൂമിയിൽ എത്ര തന്നെ നിങ്ങൾ ആസ്വദിച്ച് കളിച്ച് രസിച്ച് രമിച്ച് ഭക്ഷിച്ച് ജീവിച്ചാലും മനുഷ്യരെ, നിങ്ങളുടെ മടക്കം എൻ്റെ അടുക്കലേക്കാണ്. സുമ്മ ഇലയ്യ മർജിഉകും, നിങ്ങൾ മടങ്ങി വരിക എൻ്റെ സന്നിധിയിലേക്കാണ്. അള്ളാഹിൻ്റെ മുമ്പിൽ പോയി അള്ളാഹു നമ്മളോട് ചോദിക്കുമ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തേ, നമുക്കെന്തു മറുപടിയുണ്ട്? 5 വഖത്ത് നിസ്കാരത്തെക്കുറിച്ചെങ്കിലും ആത്മാർത്ഥമായി എൻ്റെ ഈ 2024 വർഷം കഴിഞ്ഞ് 2025 കടക്കുമ്പോൾ ഒന്ന് ഒഴിഞ്ഞിരുന്ന് ചിന്തിക്കണേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഈ വർഷത്തിലെ 5 വഖത്ത് നിസ്കാരത്തിൽ ഒന്നുപോലും എനിക്കൊഴിവായിട്ടില്ല. ഞാൻ പറയുന്നത് സുന്നത്തിൻ്റെ അല്ല, ഫർളിൻ്റെ വിഷയം നമ്മൾ എടുക്കും. വിലയിരുത്തപ്പെടാതെ മുന്നോട്ട് പോയാൽ പരാജയം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. നരകമെന്ന ഘോരമായ പരാജയം. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്ന ഒരു ഹദീസിൽ കാണാം, അള്ള നിങ്ങളോട് ചോദിക്കും, അലം നുസിഹ ജിസ്മക, മനുഷ്യ നിന്റെ ശരീരത്തിന് ഞാൻ ആരോഗ്യം തന്നില്ലടാ? നിന്റെ ശരീരത്തിന് ഞാൻ ആരോഗ്യം തന്നില്ലേ? പ്രിയപ്പെട്ടവരെ, 4ഉം 5ഉം മിഷനറികൾക്കുള്ളിൽ കടന്ന് ശ്വാസം നിലച്ചു പോകാതിരിക്കാൻ പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ ചിത്രം കഴിഞ്ഞ ദിവസം കാണാൻ കഴിഞ്ഞു. ഒരു വിദ്യാർത്ഥിയുടെ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് അവൻ അപേക്ഷിച്ചപ്പോൾ അവൻ്റെ ഉപ്പയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയപ്പോൾ ഉപ്പ കിടപ്പില. എങ്ങനെയെന്നറിയോ? 4 മിഷനറിക്കുള്ളിലാണ്. 4 മിഷൻ ഒരേ സമയത്ത് പ്രവർത്തിച്ചാലേ ആ മനുഷ്യന് ജീവനോടെ ഇരിക്കാൻ കഴിയുള്ളൂ. സഹോദര, നമുക്ക് അല്ലാഹു തന്ന ഈ ആരോഗ്യം എത്ര വലുതാണ്! അല്ല ചോദിക്കുമ്പോൾ എന്തു മറുപടിയാണ് നമുക്ക് പറയാനുള്ളത്? നാം എത്ര ജീവിച്ചു എന്നല്ല, നാം എത്ര കാലം ജീവിച്ചു എന്നതല്ല, നാം എന്ത് നേടി എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. എത്ര കാലം നമ്മൾ ജീവിച്ചിട്ടുണ്ട്? 60 കൊല്ലം ജീവിച്ചവരുണ്ട് ഇവിടെ. എൻ്റെ മുമ്പിൽ പ്രായം ചെന്നവരുണ്ട്, പ്രായം കുറഞ്ഞവരുണ്ട്, യുവാക്കളുണ്ട്, വളരെ ചെറിയ കുട്ടികളുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ എത്ര കാലം ജീവിച്ചു എന്നതല്ല, ഈ ആയുസ്സിനിടക്ക് നമ്മൾ എന്ത് നേടി എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു 5ഓ 6ഓ വർഷമാണ് ഇസ്ലാമായി ജീവിച്ചത്, മുസ്ലിമായിട്ട്. എങ്ങനെ? 6 കൊല്ലം അള്ളാഹുവിൻ്റെ ഇസ്ലാമിനെ സ്വീകരിച്ച് ജീവിച്ച സ്വഹാബി വര്യൻ. നോക്കൂ നിങ്ങൾ, ആ സ്വഹാബി മരണപ്പെട്ടപ്പോഴാണ് ലോകത്തെ ഏറ്റവും വലിയ മഖ്ലൂഖായ അർശ് പ്രകമ്പനം കൊണ്ടത്. ഇഹ്തസൽ അർശ്. അള്ളാഹുവിൻ്റെ റസൂൽ പറയാൻ, സഅദിൻ്റെ റൂഹിനെ പിടിക്കപ്പെട്ടപ്പോൾ ഇഹ്തസൽ അർശ്, അള്ളാഹുവിൻ്റെ സിംഹാസനം ഒന്ന് കുലുങ്ങിപ്പോയി എന്നാണ്. 6 കൊല്ലം ഇസ്ലാമിൽ ജീവിച്ച ഒരു സ്വഹാബിയുടെ ചരിത്രമാണ്.
18, 20, 60 കൊല്ലമായി മുസ്ലിമായി ജീവിച്ചിട്ട് പ്രിയപ്പെട്ട സുഹൃത്തേ, നമുക്ക് എന്ത് നേടാൻ കഴിഞ്ഞു നമ്മുടെ ജീവിതം കൊണ്ട്? എന്ത് നേടാൻ കഴിഞ്ഞു നമ്മുടെ ഈ ആയുസ് കൊണ്ട്? നല്ലവണ്ണം വിലയിരുത്തണം പ്രിയപ്പെട്ടവരെ. ഇതൊരു വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംസാരമായി നിങ്ങൾ കാണുക. ഇതൊരു വിചിന്തനമാവട്ടെ, നമുക്കൊരു തിരിച്ചറിവിനാവട്ടെ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ ഹിജ്റ 61-ലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹം ഖലീഫയാകുന്നത് 99-ലാണ്, ഹിജ്റ 99. എങ്ങനെ? 2 വർഷം മാത്രമാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ല ഭരണം നടത്തിയത്. 2 വർഷം. പക്ഷേ ആ 2 വർഷം കൊണ്ട് അദ്ദേഹം ചെയ്തത് ഒരു പുരുഷായുസ് കൊണ്ട് ചെയ്യാനുള്ളതായിരുന്നു എന്നാണ്. ഒരു പുരുഷായുസ് കൊണ്ട് ചെയ്യാനുള്ളതെല്ലാം 2 വർഷം കൊണ്ട് ചെയ്തു തീർത്ത ഭരണാധികാരിയുടെ ചരിത്രം. അക്രമികളായി പിടിക്കപ്പെട്ട, ജയിലിലടക്കപ്പെട്ട സർവ്വ മനുഷ്യരേക്കും മോചനം നൽകിയെന്നാണ്. നാടിലും സമൂഹത്തിലും നിർഭയത്വത്തിൻ്റെ പടപ്പാട്ട് പാടിയ മഹാനായ ഭരണാധികാരി. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സകല അവകാശങ്ങളും വീതം വെച്ചു കൊടുത്ത ഭരണാധികാരി. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകൾ ക്രോഡീകരിക്കണമെന്ന് ചർച്ചയും തീരുമാനവും അതിന് നേതൃത്വം കൊടുത്ത മഹാനായ ഭരണാധികാരി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ല. 2 കൊല്ലമാണ് ഖലീഫയായി അദ്ദേഹം ജീവിച്ചത്. പ്രിയപ്പെട്ടവരെ, എത്ര വർഷമായി നമ്മളൊക്കെ ഈ ദീനിൻ്റെ അനുയായികളായി ജീവിക്കുന്നു? നാം എന്ത് നേടി നമ്മുടെ ജീവിതം കൊണ്ട്? നാം എന്ത് ചെയ്തെടുത്തു നമ്മുടെ ജീവിതം കൊണ്ട്? ഇമാം നവവി റഹിമഹുല്ല, അല്ലേ? നമ്മളൊക്കെ ഒരുപാട് കേട്ട പേരുകളാണ്. ഇമാം നവവി റഹിമഹുല്ല 45-ാമത്തെ വയസ്സിലാണ് മരിക്കുന്നതെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. പക്ഷേ ആ ഒരു ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കിതാബുകൾ ലോകത്ത് നേടിയിട്ടുള്ള സ്വീകാര്യത, ഇമാം നവവിയുടെ റിയാലുസ് സ്വാലിഹീനും ഇമാം നവവി റഹിമഹുല്ലയുടെ അർബഊന നവവിയും, പ്രിയപ്പെട്ടവരെ, ലോകത്ത് പഠിപ്പിക്കപ്പെടാത്ത മസ്ജിദുകളില്ല എന്നാണ്. ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുന്ന, അള്ളാഹുവിൻ്റെ മതത്തെക്കുറിച്ച് ആഴത്തിൽ വിജ്ഞാനം നേടിക്കൊണ്ടിരിക്കുന്ന മതവിദ്യാർത്ഥികൾക്കിടയിലും അവാമുന്ന സാധാരണക്കാർക്കിടയിലും പ്രചാരം നേടിയ ഗ്രന്ഥങ്ങളാണ് ഇമാം നവവിയുടെ അർബഊന നവവിയും റിയാലുസ് സ്വാലിഹീനും, ഇമാം നവവിയുടെ മജ്മൂ, ഇമാം നവവിയുടെ ശറഹു മുസ്ലിം. സഹോദരങ്ങളെ, അദ്ദേഹം രചിച്ചു വച്ച ഈ ഹ്രസ്വമായ ജീവിത കാലഘട്ടം കൊണ്ട് അദ്ദേഹം നേടിയെടുത്ത ആ ഒരു സമ്പാദ്യം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പള്ളിക്കാട്ടിലെ ഒരു മീസാൻ കല്ലിലേക്ക് നമ്മൾ ചുരുങ്ങരുത്. നാം എന്ത് ചെയ്തിട്ടുണ്ട് സമൂഹത്തിന് വേണ്ടിയിട്ടുണ്ട് നമ്മളൊന്ന് വിലയിരുത്തൂ. നാം എന്ത് ചെയ്തിട്ടുണ്ട് ഈ മുസ്ലിം സമുദായത്തിൻ്റെ ഉന്നമനത്തിനും അവരുടെ ധാർമ്മികമായ പരിവേഷണത്തിനും വേണ്ടി എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പ്രിയപ്പെട്ട യുവ സമൂഹമേ, പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളെ, നമ്മൾ ചിന്തിക്കൂ. നമ്മളിങ്ങനെ ഓടയിലൊഴുകുന്ന അഴുക്കിനെ പോലെ ഒഴുകി ജീവിക്കേണ്ടവരല്ല. നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാവണം. നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാവണം. നമ്മുടെ സമ്പാദ്യം ഈ ലോകത്തേക്കല്ല. എത്രയോ ദിർഹമുകൾ പണയം വെച്ച അവസ്ഥയിലാണ് ഖലീഫ ഉമറിൻ്റെ മരണം റളിയല്ലാഹു അൻഹു. എന്തേ അദ്ദേഹത്തിന് സമ്പാദിക്കാൻ പറ്റാഞ്ഞിട്ട? തൊഴിലറിയാനിട്ടാണോ? അല്ല. പക്ഷേ സാധുക്കളായ ജനങ്ങൾക്ക് സേവനം ചെയ്ത് വിധവകളെയും അഗതികളെയും ആശ്രിതരെയും പരിഗണിച്ച് ജീവിതത്തിൻ്റെ വലിയൊരു സമയം അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി കൊടുത്ത മനുഷ്യന്മാർ. സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ജീവിതത്തെ വിലയിരുത്തൂ. നമുക്കെത്ര സാധിച്ചിട്ടുണ്ട്? വിട്ടുപോകുന്ന ലോകത്തെ ധന്യരും പോകാനുള്ള ലോകത്തെ ദരിദ്രരുമാവരുത്. വല്ലാത്തൊരു വാക്കാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ല പറഞ്ഞതാണ്, നിങ്ങൾ വേർപിരിയുന്ന ലോകത്തെ ധനികരും പോവാനുള്ള ലോകത്തെ ദരിദ്രരുമാവരുത്. എൻ്റെ ഈ സംസാരത്തിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മനസ്സിൽ കുറിച്ചു വെക്കേണ്ട ഒരു വാക്കതാണ്. നമ്മുടെ മനസ്സിൽ കുറിച്ചു വെക്കേണ്ട ഒരു വാക്കതാണ്. വേർപിരിയുന്ന ലോകത്തെ ധനികർ. ഐഫോൺ ഉണ്ട്, അല്ലേ? ആധുനിക ടെക്നിക്കൽ എല്ലാമുള്ള എല്ലാ സംവിധാനങ്ങളുമുള്ള കാറുകളും അതുപോലെ തന്നെ വാഹനങ്ങളും വീട്ടിലുണ്ട്. 2 നില വീടുണ്ട്, ബാങ്ക് അക്കൗണ്ട്, അത്യാവശ്യം സാലറി നമ്മുടെ കൈകളിലുണ്ട്. എല്ലാ നിലക്കും സാമ്പത്തിക ഭദ്രതയിൽ എല്ലാ സൗകര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ എന്തുണ്ട് കൊണ്ടുപോകാൻ? 3 കണ്ടം തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് 6 അടി മണ്ണിലേക്ക് ഇറക്കി വെക്കുകയാണ്. വിട്ടുപോകുന്ന ലോകത്തെ ധന്യർ. എന്നാൽ പോകാനുള്ള ലോകത്തേക്ക് എന്താ നമ്മുടെ കയ്യിലുള്ളത്? 5 വക്ത നിസ്കാരം, വിശുദ്ധ ഖുർആനിൻ്റെ പഠനം, അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ചെയ്ത സേവനങ്ങൾ എടുത്തു പറയാനായി പ്രിയപ്പെട്ടവരെ എന്തുണ്ട്? അബൂദർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് ഒരു മനുഷ്യനിങ്ങനെ കയറി വന്നു. എന്നിട്ട് ആ വീട്ടിനുള്ളിൽ മൊത്തം ഇങ്ങനെ പരിശോധിച്ചു. ഒന്നും കാണാനില്ല, സൗകര്യങ്ങളില്ല. അദ്ദേഹം ചോദിച്ചു, അബൂദർ, എവിടെയാണ് നിങ്ങളുടെ വീട്ടിലെ ഉപകരണങ്ങളൊക്കെ, സാമഗ്രികളൊക്കെ എവിടെയാണ്?
അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വീട്ടിലേക്ക് ഞങ്ങൾക്കുള്ള വിഭവങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ വീടല്ല, ഈ വീട് ഞങ്ങൾ ഒഴിഞ്ഞു പോകും, ഈ വീട് ഞങ്ങൾ വിട്ടുപോകും. വമാ അമ്മറു മിൻ മൻസിലിൻ ളല്ല ഖാവിയ വമാ ഖറജു ഇല്ലാ ബിഖുത്നിൻ വഖിർഖത്തിൻ വമാ അമ്മറു മിൻ മൻസിലിൻ ളല്ല ഖാവിയ. എത്രയെത്ര മനുഷ്യരാണ് ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. അവർ ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ പരുത്തിത്തുണി മാത്രമാണ് കൊണ്ടുപോയിട്ടുള്ളത്. അവർ ആസ്വദിച്ച് ജീവിച്ചിരുന്നവരുടെ പുരയിടമൊക്കെ അത് ശൂന്യമായി പോയി. പ്രിയപ്പെട്ടവരെ, നമ്മളില്ലെങ്കിലും ഈ ലോകത്ത് കാര്യങ്ങൾ നടക്കും. പക്ഷെ നമ്മുടെ കാര്യം അത് നടത്താൻ വേറൊരാളുണ്ടാവില്ല. ഒന്ന് ആലോചിച്ച് നോക്കി സഹോദരങ്ങളെ, നമുക്ക് വേണ്ടി എന്തുണ്ട്? പലപ്പോഴും നമ്മൾ ബേജാറിലാണ്. നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും അവരുടെ പഠനത്തെയും അവരുടെ വിവാഹത്തെയും അവരുടെ ഭാവി ജീവിതത്തെയും നാം ആലോചിച്ച് ബേജാറിലാണ്. പക്ഷെ നമ്മുടെ കാര്യത്തിൽ നമുക്ക് എത്ര ബേജാറുണ്ട്? എൻ്റെ ഇബാദത്ത്, എൻ്റെ പഠനം, എൻ്റെ ഖുർആൻ പാരായണം, എൻ്റെ ദഅവത്ത്, എൻ്റെ പ്രബോധനം, എൻ്റെ തസ്കിയത്ത്, എൻ്റെ തർബിയത്ത്, ഈ രംഗത്ത് നമുക്ക് എത്ര ആശങ്കയുണ്ട്, എന്തുണ്ട് കൊണ്ടുപോകാൻ? ഇമാം ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയുടെ അടുക്കലേക്ക് സൗദി അറേബ്യയിലെ രാജാവ് ഒരിക്കൽ വന്നു. വളരെ ഒരു ചെറിയ വീട്ടിലാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള ഇരിക്കുന്നത്. ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ സൗദി അറേബ്യയിലെ രാജാവ് പറഞ്ഞു, നിങ്ങൾക്കൊരു വീടുണ്ടാക്കി തരട്ടെ. അപ്പോൾ ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറഞ്ഞു, എനിക്കൊരു വീട് ഏകദേശം പണി പൂർത്തിയായിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയുടെ ശിഷ്യന്മാർ ആ സദസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത്. ആ കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കി ഉസ്താദിനെ. ഉസ്താദിന് വീടോ? എവിടെ ഇപ്പോൾ ഉസ്താദിന് വീട് പണിയുന്ന വിവരം നമ്മളറിഞ്ഞില്ലല്ലോ. അങ്ങനെ രാജാവിനോട് ആവശ്യപ്പെട്ടത് ഒരു പള്ളി നിർമ്മിച്ചു തരണം എന്നാണ്. പള്ളിയൊക്കെ ഒന്നുകൂടെ ഉഷാറാക്കി തരണം. രാജാവ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയുടെ ആവശ്യം അത് പരിഗണിച്ച് ഒരു പള്ളി നിർമ്മിക്കാൻ തീരുമാനിച്ച് അവിടെ നിന്ന് പോയി. ഉസ്താദിൻ്റെ ശിഷ്യന്മാരൊക്കെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു, ഉസ്താദേ, നിങ്ങൾക്ക് എവിടെ വീട് വെക്കണത്? ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ, നിങ്ങളുടെ വീട് എവിടെയാണ്? ആ സമയത്ത് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറഞ്ഞു, ഉനൈസയിൽ എനിക്കല്ല, നിങ്ങൾക്കെല്ലാവർക്കും വീടുണ്ട്. 6 അടി മണ്ണാണ് എൻ്റെ വീട്, 6 അടി മണ്ണാണ് എൻ്റെ വീട്. സഹോദര, നമുക്ക് പോയി കിടക്കാനുള്ള ആ മണ്ണിൻ്റെ ഭവനത്തിൽ, ഇരുട്ടിൻ്റെ ചുമരിൽ എന്ത് വെളിച്ചത്തിനുള്ള എന്ത് കർമ്മമാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുള്ളത്. അതുകൊണ്ട് നെഞ്ചത്തൊന്ന് തൊട്ടു നോക്കണം. ഒരു മിടിപ്പ് ഇങ്ങനെ കാണുന്നുണ്ട്. അല്പനേരത്തേക്ക് നമ്മൾ നെഞ്ചത്ത് തൊട്ടു നോക്കുമ്പോൾ സഹോദര ഒഴിഞ്ഞിരുന്നൊന്ന് തൊട്ടു നോക്ക്. നെഞ്ചത്ത് ഒരു മിടിപ്പുണ്ട്. ആ മിടിപ്പ് നമ്മളോട് പറയുന്നൊരു വലിയ മെസ്സേജ് ഉണ്ട്. ദഖാതു ഖൽബിൽ മർഇ ഖായിലത്തുൻ ലഹു ഇന്നൽ ഹയാത ദഖായികും വസവാനി. മനുഷ്യ, നിന്റെ ഹൃദയമിടിപ്പ് നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നൊരു കാര്യമുണ്ട്. എന്താണ് ആ കാര്യമെന്നറിയുമോ? ഇന്നൽ ഹയാത, നിശ്ചയമായും ജീവിതം എന്ന് പറഞ്ഞാൽ ദഖായികും വസവാനി, അത് കുറേ മിനിറ്റുകളാണ്, കുറേ നിമിഷങ്ങളാണ്, കുറേ മണിക്കൂറുകളാണ്, കുറേ ആഴ്ചകളാണ്, കുറേ വർഷങ്ങളാണ്, കുറേ മാസങ്ങളാണ്. ഈ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്തൊരു വർഷം വരുമ്പോൾ സന്തോഷിക്കുകയല്ല, അടുത്തൊരു വർഷം വരുമ്പോൾ വിലയിരുത്തുക, പടച്ചോനെ, എനിക്ക് ഈ ഭൂമിയിൽ 30 കൊല്ലം ആയുസ് തന്നിട്ട് എൻ്റെ ആയുസ്സിൽ ഇത്രയേറെ ദിവസങ്ങൾ സമയവും ആരോഗ്യത്തോടെ എനിക്ക് നീ നൽകിയിട്ട് ലോകത്തിൻ്റെ റബ്ബേ, നിനക്ക് വേണ്ടി എന്ത് ചെയ്യാനാണ് എന്നെ കൊണ്ട് സാധിച്ചിട്ടുള്ളത് എന്ന് മനസ്സറിഞ്ഞുകൊണ്ടൊരു വിലയിരുത്തൽ നടത്താനാ മുഅ്മിനീങ്ങളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കുള്ള പരിഗണന അതാണ്. കാരണം നമുക്ക് അല്ലാഹ് ആയുസ് തന്നത് ലോകത്തിൻ്റെ സട്ടാ ഒരുക്കി വെച്ച സുന്ദരമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനാ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാ. എവിടെയാ അത് മനസ്സിലാവുന്നത്? ലോകത്തിൻ്റെ സട്ടാവ് നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിൽ നിന്ന് പ്രവേശിക്കാനുമാണ് നമുക്ക് ആയുസ് തന്നിട്ടുള്ളത്. ഒരൊറ്റ ആയത്ത് മാത്രം സൂചിപ്പിക്കാം. നരകത്തിനുള്ളിലെ മനുഷ്യന്മാർ നിലവിളിക്കുന്നു, വഹും യസ്തരിഖൂന ഫീഹാ. നരകത്തിനുള്ളിലെ ആളുകൾ നിലവിളിക്കുകയാണ്, ഖേദിക്കുകയാണ്, പൊട്ടിക്കരയുകയാണ്, അലറുകയാണ്. എന്താ അവരുടെ അലർച്ചയെന്നറിയുമോ? റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, അഖ്രിജ്നാ, ഞങ്ങളെ ഒന്ന് ഈ നരകത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിത്തരണം. നഅമൽ സ്വാലിഹാ ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങൾ ചെയ്യാതെ പോയ ഒരുപാട് നന്മകളുണ്ട്. തൊട്ടടുത്ത് പള്ളിയുണ്ട്, സൗകര്യമുണ്ട്, വാഹനമുണ്ട്, എല്ലാമുണ്ട്, ആരോഗ്യമുണ്ട്, എഴുന്നേക്കാനുള്ള പ്രയാസമില്ല. പക്ഷേ റബ്ബേ, ഞാൻ സുബഹിക്ക് പള്ളിയിലെത്തിയില്ല, ജമാഅത്തുകൾക്ക് എത്തിയില്ല, ഖുർആൻ പഠന സദസ്സിലെത്തിയില്ല, അള്ളാഹുവിൻ്റെ ദീനിനെ ഞാൻ പരിഗണിച്ചില്ല. അതുകൊണ്ട് റബ്ബേ, നരകമിതാ എന്നെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്താണ് ജീവിതമെന്ന്. അതുകൊണ്ട് ഒന്ന് പുറത്തേക്ക് ഇറക്കിക്ക.
അല്ല പറയുകയാണ്, മനുഷ്യ ഈ ചോദ്യത്തെ അടിവരയിടുക. അല്ല പറയുകയാണ്, അവലം നുഅമ്മിറുക്കും, ആയുസ് തന്നില്ലടോ. അള്ളാന്റെ ചോദ്യം എന്താ ചോദ്യം? അവലം നുഅമ്മിറുക്കും, അല്ലടോ ആയുസ് നിനക്ക് തന്നില്ലേ? മാ യതദക്കറു ഫീഹി മൻ തദക്കർ, ചിന്തിക്കാനും ആലോചിക്കാനുമുള്ള സമയം നിനക്ക് തന്നിട്ടില്ലേ? വജാഅകുമുന്നദീർ, കാര്യങ്ങളെ പറഞ്ഞു തരാൻ താക്കീതുകാരും വന്നില്ലേ? മിമ്പറിൽ നിന്ന്, അതുപോലെ തന്നെ വ്യത്യസ്ത സദസ്സുകളിൽ നിന്ന് അമ്പിയാക്കളായി, അവരുടെ അനന്തരമായി സ്വഹാബത്തായി, അവർക്ക് ശേഷം താബിഉകളായി, പിന്നീട് താബിഉകളായി, പിന്നീട് സലഫു സ്വാലിഹുകളായി, പിന്നീട് ഈ നേതൃത്വം ഏറ്റെടുത്ത പണ്ഡിതന്മാരായി, പ്രബോധകന്മാരായി, മനുഷ്യ നരകമുണ്ടെന്ന് പറഞ്ഞു തരാൻ, നിന്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണെന്ന് പഠിപ്പിച്ചു തരാൻ നിന്നിലേക്ക് ആളുകൾ വന്നിട്ടില്ലേ? അള്ളാൻ്റെ ചോദ്യമാണ്. അതുകൊണ്ട് മനസ്സറിഞ്ഞ് ചിന്തിക്കുക. വർഷങ്ങൾ വിട പറയുമ്പോൾ നാം ചിന്തിക്കേണ്ടത് ഇതാണ്. അള്ളാഹു നാളെ നമ്മളോട് ചോദിക്കും, ആയുസ് തന്നിട്ടില്ലടാ, ആയുസ്സും സമയമൊക്കെ തന്നില്ലേ നന്നാവാൻ, എന്ത് ചെയ്തു, എന്തുകൊണ്ട് ചെയ്തില്ല? അള്ളാഹുവിൻ്റെ ചോദ്യമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം വിലയിരുത്തുക, നല്ല തീരുമാനങ്ങളാവട്ടെ. വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വേണ്ട തീരുമാനങ്ങൾ, ഇനി ഇല്ല റബ്ബേ, എൻ്റെ ജീവിതത്തിൽ ഒരു ജമാഅത്ത് ഞാൻ നഷ്ടപ്പെടുത്തില്ല, എനിക്ക് പറ്റുന്ന സമയത്തൊക്കെ എനിക്ക് മാക്സിമം സമയവും ഒഴിവും ഉണ്ടാക്കി അള്ളാഹിൻ്റെ ഖുർആൻ പഠിക്കാൻ ഞാൻ ഉണ്ടാവും, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പഠന സദസ്സുകളിൽ ഞാൻ ഉണ്ടാകും. അങ്ങനെ തീരുമാനിക്കാൻ, വിശുദ്ധമായൊരു ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലി ജമീഇൽ മുസ്ലിമീൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് നഹ്മദുക യാ മൻ അവ്ളഹ്ത ലനാ സുബുലൽ ഹിദായ وأوزعت بصائر كل الهدايا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിൽ ജീവിക്കണേ എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള എല്ലാ സഹായവും സാഹചര്യവും തൗഫീക്കും നമുക്കൊരുക്കി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മളിൽ നിന്ന് ഓരോ ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ആയുസ് കുറയുകയാണെന്നുള്ളതാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഇർതഹലത്തി ദുനിയ മുദ്ബിറ, മനുഷ്യ നിന്നെ ദുനിയാവ് വേർപിരിയാണ്, എന്നെ കൈവിടുകയാണ്, ദുനിയാവ് നിന്നെ കൈവിടാൻ പിടിച്ചിക്കുകയാണ്. ഇപ്പം ഇങ്ങനെ ദുനിയാവ് അതിങ്ങനെ ഒന്നൊന്നായി മെല്ലെ മെല്ലെ നിന്നെ വിടുകയാണ്. എവിടേക്കാണ് വിടുന്നതെന്നറിയോ? വർത്തഹലത്തിൽ ആഖിറത്തു മുഖബിലത്തൻ, ഖബറിലേക്കാണ് നിന്നെ വിടുന്നത്, പരലോകത്തേക്കാണ് നിന്നെ ഭൂമി ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ രണ്ട് ലോകത്തിന് വേണ്ടി ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട്. ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ, മനുഷ്യ പരലോകത്തിന് വേണ്ടി പണിയെടുക്കുക. കാരണം അൽ യൗമ അമൽ വല ഹിസാബ്, ഇന്ന് നിനക്ക് അമൽ ചെയ്യാനുള്ള അവസരമാണ്, നിനക്ക് നന്മ ചെയ്യാനുള്ള അവസരമാണ്. ഒരിക്കലും അള്ള ചോദിക്കില്ല നമ്മൾ കിടന്നുറങ്ങാൻ നേരത്ത് ഇന്ന് സുബഹിസ്കരിച്ചോ, ഇന്ന് അദ്കാർ സ്വബാഹി ചെല്ലിയോ, ഇതൊന്നും അള്ള ചോദിക്കൂല. എന്നാൽ നാളെ വഗദൻ ഹിസാബുൻ വല അമൽ, നാളെ നിങ്ങൾ എത്ര ചെയ്യാമെന്ന് പറഞ്ഞാലും, വിശുദ്ധ ഖുർആൻ പറയുന്നൊരു ആയത്തുണ്ട്, ഭൂമി നിറയെ സ്വർണം തരാമെന്ന് അള്ളാഹിനോട് പറയുന്നതാണ്. നരകത്തെ കാണുമ്പോൾ ഖുർആനിലുള്ളതാണ്, ഭൂമി നിറയെ ഞാൻ സ്വർണം തരാൻ റബ്ബേ, എന്നെ നരകത്ത് നിന്ന് രക്ഷപ്പെടുത്തുമെന്നാണ്. അള്ള പറയും ലൻ തുഖബല മിൻഹു, അള്ളാഹു ഇത് സ്വീകരിക്കില്ല, എനിക്ക് വേണ്ടെന്നാണ്. സഹോദരങ്ങളെ, മരിക്കുന്നതിന് മുമ്പ് ചെല്ലിയ സുബ്ഹാനല്ലാഹ് കിട്ടും, മരിച്ച ശേഷം 1000 കോടിയും ചെല്ലിയാലും അത് അള്ളാഹ്ക്ക് വേണ്ട. അതുകൊണ്ട് ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. മഹാൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സൂര്യാസ്തമയത്തെ നോക്കിക്കൊണ്ട് കരയാറുണ്ട്. നമ്മളൊക്കെ സമയം പോകുന്നില്ല എന്നുള്ളതാണ്. സമയം പോക്ക് നമുക്കില്ല മുഅ്മിനീങ്ങളെ, സമയം പോക്ക് നമുക്കില്ല. സമയം പോവുക എന്നത് ബേജാറാക്കേണ്ട വിഷയമാണ്. സമയം പോകാൻ പാടില്ല, കാരണം അത് നമ്മുടെ അമലിനുള്ള അവസരമാണ് നഷ്ടപ്പെടുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സൂര്യാസ്തമയത്തെ നോക്കി കരയും. എന്നിട്ട് പറയും, മാ നദിംതു അലാ ഷൈഇൻ ഖത്തു, എനിക്കൊന്നിൻ്റെ പേരിലും ഖേദമുണ്ടായിട്ടില്ല. വനദ്മീ അലാ യൗമിൻ, ഒരു ദിവസത്തിൻ്റെ പേരിലാണ് ഞാൻ സങ്കടപ്പെട്ടത്. ഏതാ ദിവസമെന്നറിയുമോ? ഗറബത് ഷംസുഹു, ആ ദിവസത്തിൻ്റെ സൂര്യൻ അസ്തമിച്ചു പോയി. നഖസ ഫീഹി അജലി, എൻ്റെ ആയുസ്സിൽ അല്ലാഹ് ഒരു ദിവസം കൂടെ കുറച്ചു. 50 തന്നാൽ പ്രിയപ്പെട്ടവരെ, 50-ൽ നിന്ന് നമ്മളിങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കാം. വിദേശത്തുള്ള ഒരു പിതാവ് മകനെ വിളിച്ചിട്ട്, സ്വദേശത്തുള്ള പിതാവ് മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ ഗൾഫിൽ നിന്ന് വരുമ്പോൾ എനിക്കൊരു ക്ലോക്ക് കൊണ്ടുവരണം. അപ്പോൾ മോൻ ചോദിച്ചു, ഉപ്പ എന്തിനാ ക്ലോക്ക്? ആ ക്ലോക്ക് ഇങ്ങനെ ടിക് 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 ശബ്ദമുള്ള ക്ലോക്ക് ആവണം. അപ്പോൾ മോൻ അത്ഭുതത്തോടു കൂടി ചോദിച്ചു, ഞാൻ എന്തിനാ ഉപ്പ ആ ക്ലോക്ക്? അപ്പോൾ ഉപ്പ പറഞ്ഞു, മോനെ അതിൻ്റെ താഴെ എനിക്ക് കിടക്കണം,
ആ ടിക് 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 ശബ്ദം എനിക്ക് കേൾക്കണം. എൻ്റെ ആയുസ്സാണല്ലോ ആ സൂചി കുറച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ അറിയണമെന്നാണ്. സഹോദര, നമ്മെ സമയം കൊന്നുകൊണ്ടിരിക്കുകയാണ്. ആ ബോധ്യം നമുക്ക് വേണം. അതുകൊണ്ട് വെറുതെ സോഷ്യൽ മീഡിയയിലും വെറുതെ സ്ക്രോൾ ചെയ്ത് ഷോർട്സും റീൽസും കണ്ട് ചെലവഴിക്കാനുള്ളതല്ല. അള്ളാഹിനോട് മയ്യത്ത് കട്ടിലും മരണനേരത്തും മീസാൻ കാണുമ്പോഴും സിറാത്തിലെത്തുമ്പോഴും മഹ്ശറിലെത്തുമ്പോഴും നരകം കാണുമ്പോഴും നരകത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോഴും നിങ്ങൾ ഖുർആൻ പരിശോധിച്ച് നോക്കിയും അവിടെയൊക്കെ മനുഷ്യൻ കരയുന്നുണ്ട്. എന്തിനാ കരയുന്നതെന്നറിയോ? റബ്ബേ, 1 മണിക്കൂറെങ്കിലും എനിക്ക് തരുമോ എന്നാണ്. അതുകൊണ്ട് നഷ്ടമാക്കരുത് നമ്മുടെ ജീവിതത്തെ. ഒരു നല്ല പ്രതിജ്ഞയും തീരുമാനവും എടുക്കാൻ നമുക്ക് പറ്റണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ.